മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ വചനത്തിന് മുൻപിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. അല്പനേരം ഒരുമിച്ച് ചിന്തിക്കാനായി പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ച 16-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ട്. പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർപ്പാൻ പൗലോസിന് അനുവാദം കിട്ടി. താങ്ക് യു. ഞങ്ങളുടെ പ്രിയ പിതാവേ, വചനത്തിനായി സ്തോത്രം. ഞങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കണമേ. ഒരു വലിയ ദൈവമഹത്വം ഞങ്ങളുടെ ലൈഫിൽ മൂവ് ചെയ്യുന്നത് കാണാൻ ദൈവം സഹായിക്കണമേ. ഈ രാവിലെ ഈ ദൈവമക്കളെ ഓരോരുത്തരെയും ബലമുള്ള കരങ്ങളിൽ തരുന്നു. ഓരോരുത്തരോടും അവിടുന്ന് ഇടപെട്ടാട്ടെ, സംസാരിച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. റോമയിൽ എത്തിയ ശേഷം തനിക്ക് കാവലായ പടയാളിയോടുകൂടെ വേറിട്ട് പാർക്കുവാൻ പൗലോസിന് അനുവാദം കിട്ടി. ഈ വാക്യം മുഴുവനായിട്ട് ചിന്തിക്കാൻ ഇന്ന് പകൽ ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ എന്നോട് പറഞ്ഞേക്കുന്ന 45 മിനിറ്റ്സ് അല്ലേ? 1 hour. 1 hour. ഓക്കെ, ആമേൻ. താങ്ക് യു. അപ്പോൾ ഇത് മുഴുവനായിട്ട് ചിന്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും കർത്താവ് തന്ന നിയോഗത്താൽ ഇതിന്റെ ഒരു പോർഷൻ ആദ്യം സംസാരിച്ച് സമയം പോലെ നമുക്ക് ഇന്ന് പകൽ മുൻപോട്ട് പോകാം. ആ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗം നിങ്ങളും നോക്കി. റോമയിൽ എത്തിയ ശേഷം. റോമയിലെത്തിയ ശേഷം. റോമയിലെത്തിയ ശേഷം എന്ന് പറയുമ്പോൾ എന്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്ത റോമയിൽ വരെ എങ്ങനെ എത്തി എന്നുള്ളതാണ്. എങ്ങനെ റോമയിൽ വരെ എത്തി? നമ്മുടെ എല്ലാം ജീവിതത്തിൽ നാം പലപ്പോഴും കടന്നു പോകുന്ന പല സാഹചര്യങ്ങളുണ്ട്. നാം എല്ലാം ഫേസ് ചെയ്യുന്ന പല പ്രോബ്ലങ്ങളുണ്ട്. ഇന്റേണലി, എക്സ്റ്റേണലി നാം എല്ലാം കടന്നു പോകുന്ന ഒത്തിരി സിറ്റുവേഷനുകളുണ്ട്. ഇതിന്റെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ആഴമായി സഹായിക്കുന്നത്. മനുഷ്യർക്ക് മറുപടി പറയാൻ കഴിയാത്ത വിഷയങ്ങൾ, മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങൾ, പുറത്തു നിൽക്കുന്ന മനുഷ്യർക്ക് അറിയാത്ത വിഷയങ്ങൾ, അഭിപ്രായം പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അവർക്കാർക്കും മനസ്സിലാകാത്ത വിഷയങ്ങൾ. ഇങ്ങനെ ഒത്തിരി സിറ്റുവേഷനുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഇവിടെയെല്ലാം നമ്മെ സഹായിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. പ്രവർത്തികളുടെ പുസ്തകം 28-ാം അധ്യായത്തിൽ കർത്താവിന്റെ ദാസനായ പൗലോസ് റോമയിൽ എത്തിയ ശേഷം എന്ന ഒരു വാക്യം എഴുതി വയ്ക്കണമെങ്കിൽ അതിനു മുൻപിൽ ഒത്തിരി ദൈവീക പദ്ധതികളുണ്ട്. രക്തത്താൽ ജയം. അതിനകത്ത് അതിന്റെ പിൻപിൽ ഒത്തിരി ദൈവീക ഇടപെടലുകളുണ്ട്. സ്തോത്രം. ഞാന് ഒത്തിരി വിശാലമായിട്ട് കാര്യങ്ങൾ പറയാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടെങ്കിലും വളരെ ചുരുക്കിയാണെന്ന് പകൽ ചില കാര്യങ്ങൾ സംസാരിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ 27-ഉം 28-ഉം അധ്യായങ്ങളിലുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കേണ്ട, എന്നെ ഒന്ന് ശ്രദ്ധിക്കേ. 27-ഉം 28-ഉം അധ്യായങ്ങളിലുള്ള ചില സംഭവങ്ങൾ മാത്രം നിങ്ങളൊന്ന് മുന്നിൽ കൊണ്ടുവന്നേ. 27-ാമത്തെ അധ്യായത്തിലെ സാഹചര്യം, റോമയിൽ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചേരാനുള്ള അവസരമുണ്ടോ? റോമ പോയിട്ട് എവിടെയെങ്കിലും 27-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാത്ത ദിനരാത്രങ്ങൾ
മുഴുവൻ അസ്തമിച്ചു പോയ ദിനരാത്രങ്ങൾ, മറുപടികൾ വെളിപ്പെട്ടു വരാത്ത ദിനരാത്രങ്ങൾ, യാത്ര ചെയ്തിരുന്ന സംവിധാനമായ കപ്പൽ തകർന്നുപോയ സിറ്റുവേഷൻ, കാറ്റ്, കൊടുങ്കാറ്റ്, കാറ്റിന്റെ വിവിധങ്ങളായ അവസ്ഥാന്തരങ്ങൾ, ബഹുമുഖത്തോടെ കാറ്റ് വന്ന് ജീവിതത്തിൽ ആഞ്ഞടിച്ച നിമിഷങ്ങൾ. പക്ഷെ അവിടെ ഒരു രാത്രിയിൽ പൗലോസിന്റെ മുൻപിൽ ഹോവയായ ദൈവം വന്നിട്ട് പറയുന്നു, നിനക്ക് ഈ യാത്രയിൽ, നിനക്ക് മാത്രമല്ല നിന്റെ കൂടെ ഉള്ളവർക്കും ഈ യാത്രയിൽ ഒരു കേടും സംഭവിക്കുകയില്ല. പ്രൈസ് ഗാഡ്. എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? ആ പറയുന്ന കാര്യത്തിനകത്ത് എങ്ങനെ അതിനെ അംഗീകരിക്കാൻ കഴിയും? ഇത് ശരിയാണോ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളില്ലേ? അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്നേ? ഇത്രയും ശക്തമായ കൊടുങ്കാറ്റിന്റെ നടുവിൽ, അവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ വായിപ്പിക്കുന്നില്ല. കൊടുങ്കാറ്റ്, ഈശാനമൂലൻ, കാറ്റുകളുടെ വെറൈറ്റികൾ, അതിന്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് പറയുന്നു ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യും. പൗലോസ് പറയുന്നു നോ വേ, there is no more chance. പക്ഷെ ഒരാൾ വന്നിട്ട് പറയുന്നു ഈ യാത്ര ഫുൾഫിൽ ചെയ്യും. അടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റുകളുടെ നടുവിൽ ആലോചന വരുമ്പോൾ വിശ്വസിക്കാനും ഉറയ്ക്കാനും കഴിയുമോ ദൈവ പൈതലെ? സ്വസ്ഥതയുടെ നടുവിൽ ആലോചന വന്നാൽ ആമേൻ പറയാൻ അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. സമാധാന അന്തരീക്ഷത്തിന്റെ നടുവിൽ ഒരാലോചന വന്നാൽ സ്തോത്രം പറയാൻ ശീലിച്ചവരാണ് നമ്മൾ. പക്ഷെ കാറ്റുകളുടെ നടുവിലെ ആലോചനയ്ക്ക് എന്താണ് നമ്മളുടെ തീരുമാനം? കാറ്റുകളുടെ നടുവിലെ ആലോചനയ്ക്ക് എന്താണ് നമ്മുടെ പ്രതികരണം? സ്തോത്രം. തിരമാലകളുടെ നടുവിൽ ആലോചന വെളിപ്പെട്ടാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഈ പ്രശ്നത്തിന്റെ നടുവിൽ ആലോചന വെളിപ്പെട്ടാൽ നാം അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഹല്ലേലൂയ. പക്ഷെ പൗലോസ് ആ ദൈവശബ്ദത്തെ അതുപോലെ വിഴുങ്ങി. ഞാൻ ഈ വിവിധങ്ങളാകുന്ന ടൈം സോണുകളിൽ ഇരുന്ന് ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തോട് നിയോഗത്തോടെ ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഇടപെടുന്നതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ആ ഇടപെടുന്ന ദൈവശബ്ദങ്ങൾക്ക് അതുപോലെ ആമേൻ പറയാൻ കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളുടെ ലൈഫിൽ അതിന്റെ റിസൾട്ടുകൾ വെളിപ്പെട്ടു വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. 27-ാമത്തെ അധ്യായത്തിലെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ജയാളിയായി, ഒരു കരുത്തനായ മനുഷ്യനായി കരയിലേക്ക് കാല് വച്ചിരിക്കുന്ന പൗലോസും അദ്ദേഹത്തിന്റെ കൂടെ 250-ലധികം സഹയാത്രികരും ആ കപ്പലിനകത്തുള്ള പ്രിയപ്പെട്ടവരെ മുഴുവൻ ദൈവം അദ്ദേഹത്തിന്റെ വരുതിയിലാക്കി കൊടുത്തു. എപ്പോൾ? നിങ്ങളുടെ കൂടെ ഉണ്ടോ? എപ്പോൾ? പ്രശ്നങ്ങളുടെ നടുവിൽ, ശക്തമായ കാറ്റിന്റെ നടുവിൽ 200-ലധികം ആൾക്കാരെ ദൈവകൃപയാൽ കരങ്ങളിൽ ഒതുക്കാൻ ഇടയായ ഒരു ദൈവമനുഷ്യൻ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഞാൻ ഈ പറയുന്ന കാര്യം. എല്ലാം സെറ്റിലായിരിക്കുമ്പോഴല്ല, വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഒരു വലിയ സമൂഹത്തെ കരത്തിൽ നേടിയ മനുഷ്യൻ. എല്ലാം സ്വസ്ഥതയുള്ളപ്പോൾ, നമുക്ക് ഒരാളെ പോലും സ്വാധീനിക്കാൻ കഴിയാതിരിക്കുന്ന ഇടത്ത്
ഞാൻ പ്രവചനാത്മാവിലാണ് ഈ ദൂത് പറയുന്നതെന്ന് എനിക്കറിയാം. ദൈവാത്മാവ് നിങ്ങളോടും എന്നോടും ഇന്ന് ഈ സമയത്ത് സംസാരിക്കുന്നത്, എല്ലാ പ്രശ്നത്തിന്റെയും നടുവിൽ ഇരിക്കുമ്പോൾ നിന്റെ കയ്യിൽ ചിലത് തരാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നതെന്ന് എത്ര ദൈവമക്കൾ ഇന്ന് പകലിൽ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. എല്ലാ ഭൂമിയും കരങ്ങളിൽ ഇരിക്കുന്നു എന്ന അനുഭവമുള്ളപ്പോൾ, എല്ലാ സാഹചര്യങ്ങളും സ്വസ്ഥമായിരിക്കുന്നു എന്ന അനുഭവമുള്ളപ്പോൾ, നമുക്ക് പലതും ചെയ്യാഴികകളുള്ള ഇടത്ത് ഒരു മനുഷ്യൻ കയറി നിൽക്കുകയാണ്. ആ മനുഷ്യന്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയാൽ ആ മനുഷ്യന്റെ കൂടെയുള്ള സകല പ്രിയപ്പെട്ടവരും ഇപ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കത്തക്ക നിലയിൽ ദൈവാത്മാവ് കാര്യങ്ങളെ ഒരുക്കി. എന്റെ പ്രശ്നം എന്താണെന്നറിയാമോ ബ്രദറെ, കഥാവിനദാസനെ, റോബിൻ പാസ്റ്ററെ, എന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? എന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നതാണ് എന്റെ പ്രശ്നം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഞാനൊരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നതാണ് ദൈവദാസ എന്റെ പ്രശ്നം. രക്തത്താൽ ജയം. ഞാനൊരു വലിയ പോരാട്ടത്തിന്റെ മുൻപിൽ നിൽക്കുന്നതാണ് എന്റെ പ്രശ്നം. ഞാനൊരു വലിയ യുദ്ധഭൂമിയിൽ നിൽക്കുന്നതാണ് എന്റെ പ്രശ്നം. ഈ പ്രശ്നത്തിന്റെ നടുവിൽ എനിക്ക് മനസ്സിലാകുന്നത്, എന്നോട് ദൈവം ഒരു കരുണയും കാണിക്കത്തില്ലെന്നുള്ളതാണ്. പക്ഷേ ഈശാനമൂലൻ, കൊടുങ്കാറ്റ് ആദിയായ പലവിധ പ്രശ്നത്തിന്റെ നടുവിൽ ഒരു ദൈവമനുഷ്യന്റെ കൂടെ 100-200-ലധികം പേരെ ഒരുമിച്ച് നിർത്താൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരുണ കാണിച്ചു. എന്റെ ഹൃദയത്തിൽ കർത്താവ് തരുന്ന ചിന്തയനുസരിച്ച് ഞാൻ ഈ പ്രഭാതത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നു. നമ്മുടെ പ്രതിസന്ധികളുടെ ഇടയിൽ കാര്യങ്ങളെ ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവത്തെ തന്നെയാണ് നാം സേവിക്കുന്നത്. നമ്മുടെ പ്രതിസന്ധികളുടെ ഇടയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിൽ ഒരു കാര്യത്തെ കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ തന്നെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? പ്രശ്നം കഴിഞ്ഞ മനുഷ്യൻ ഒരു നല്ല ശാന്ത തീരത്താണ് എത്തിയത്. അടുത്ത യാത്ര ആരംഭിക്കുകയാണ്. അടുത്ത യാത്ര തുടങ്ങുമ്പോൾ വളരെ സുപരിചിതമായ ഭാഗമാണ്. അടുത്ത യാത്ര തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് അറിയാം, ഈ പ്രശ്നത്തിന്റെ ഇടയിൽ വിടുവിച്ച ഒരു ദൈവത്തിന്റെ കരുത്ത്, പ്രശ്നത്തിന്റെ ഇടയിൽ ഹെൽപ്പ് ചെയ്ത, പ്രശ്നത്തിന്റെ ഇടയിൽ സംസാരിച്ച, പ്രശ്നത്തിന്റെ ഇടയിൽ ഇറങ്ങി വന്ന ഒരു ദൈവിക ബലത്തിന്റെ കരുത്ത് അദ്ദേഹത്തിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്. പ്രശ്നങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ച ഒരു ദൈവത്തെ അദ്ദേഹം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിന്ത എന്താണെന്നറിയാമോ? എത്തിയ സ്ഥാനത്ത് ഇനിയെല്ലാം സ്വസ്ഥതയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല അനുഭവിച്ചത്. അവിടെ വന്നപ്പോൾ അടുത്ത പ്രശ്നം, ഒരു പ്രശ്നം കഴിഞ്ഞു വന്നപ്പോൾ അടുത്ത പ്രശ്നം, അടുത്ത ഒരു പാമ്പ് അദ്ദേഹത്തിന്റെ കയ്യെ കയറി ചുറ്റിയിരിക്കുന്നു. ആമേൻ. അതൊരു വലിയ അനുഭവമായിരുന്നു. പക്ഷെ ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ ബോധ്യമുള്ള പൗലോസ് ആ പാമ്പ് ചുറ്റിയതിന്റെ കാരണത്താൽ അദ്ദേഹം അതിന്റെ ആ അനുഭവത്തെ കണ്ടിട്ട് പേടിച്ചു പോയില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ആത്മീയ ജീവിതത്തിലെ പരാജയം എന്താണെന്ന് അറിയാമോ? ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ നാം പലപ്പോഴും ഓർക്കുന്നില്ല. ഇന്നലകളിൽ നടത്തിയ ദൈവത്തെ നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഇന്നലകളിൽ നടത്തിയ അനുഭവങ്ങളെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ പൗലോസിന്റെ ബലം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇന്നലകളിൽ നടത്തിയ ദൈവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഉറപ്പുള്ളത് കൊണ്ട് അദ്ദേഹം അവിടെ ആ പാമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ കയറി ചുറ്റിയപ്പോൾ അദ്ദേഹം ആ പാമ്പിനെ ആ വെളിപ്പെട്ട് നിന്ന തീക്കകത്ത് കുടഞ്ഞു കളഞ്ഞു. രണ്ട് കാര്യമാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഓർപ്പിച്ചത്. ഒന്ന്, പ്രശ്നങ്ങളുടെ നടുവിൽ അസാധാരണമായി കരുതുന്ന ഒരു ദൈവം. രണ്ട്, പ്രശ്നങ്ങൾക്ക് മീതെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ കൃപ തരുന്ന ഒരു കർത്താവ്. പക്ഷേ നാം വായിച്ച വാക്യം, അവർ റോമയിലെത്തി. ആവർത്തിച്ചുള്ള എന്റെ ചോദ്യം, റോമയിലെത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എങ്ങനെ റോമയിലെത്തി?
ഒരു വാക്യം ഒന്ന് നോക്കിയേ. 23 അധ്യായം അതിന്റെ 11 വാക്യം. ഒരാളൊന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 23 അധ്യായം 11 വാക്യം. രാത്രി കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്ക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നരുളി ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് എത്തിയതെന്ന്? ഇത്രയും കഠിനമായ പ്രശ്നത്തിന്റെ നടുവിലും എത്തിച്ചെങ്കിൽ എന്തുകൊണ്ട് ദൈവം എത്തിച്ചെന്ന് ചോദിച്ചാൽ അതിന് പ്രവർത്തികളുടെ പുസ്തകം 23 അധ്യായം 11 വാക്യം നമ്മളോട് മറുപടി പറയും. ചില നാളുകൾക്ക് മുൻപ് പൗലോസിനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. വാഗ്ദത്തം ഇതാണ്: രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു അവനോട്, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് എത്തിയെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു. ഇന്നലകളിൽ ദൈവാത്മാവ് പറഞ്ഞ വാഗ്ദത്വമാണ് ഈ മനുഷ്യനെ ഇവിടെ എത്തിച്ചത്. എത്ര വിശ്വസ്തനാണ് ദൈവം, അല്ലേ? ആമേൻ. എന്തുകൊണ്ട് ദൈവത്തിന് കാറ്റുകളുടെ നടുവിൽ പ്രവർത്തിച്ചേ പറ്റൂ? എന്തുകൊണ്ട് ദൈവത്തിന് വിഷസർപ്പത്തിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചേ പറ്റൂ? ഒറ്റ മറുപടിയേ ഉള്ളൂ: നിന്നോട് ആലോചന പറഞ്ഞ ഒരു ദൈവമുണ്ട്, നിന്നോട് വാഗ്ദത്വം തന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വന്നത് വാഗ്ദത്വം. പ്രതികൂലത്തിന്റെ നടുവിൽ വാഗ്ദത്വം ഓർക്കാൻ എവിടെ സമയം? എങ്ങനെ വാഗ്ദത്വം ഓർക്കും? മനസ്സ് വല്ലാണ്ട് കലങ്ങിയിരിക്കുന്ന സമയത്ത് എങ്ങനെ വാഗ്ദത്വം ഓർക്കും? പേടിക്കണ്ട. വിശ്വസ്തനായി നിൽക്കുന്നെങ്കിൽ വാഗ്ദത്വം നീ ഓർത്തില്ലെങ്കിലും നിന്നേക്കാൾ കൂടുതൽ വാഗ്ദത്വം ഓർക്കേണ്ട അത്യാവശ്യം എന്റെ ദൈവത്തിന് തന്നെയാണ്. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? നിന്റെ വാഗ്ദത്വത്തെ കുറിച്ച് നിനക്കില്ലാത്ത റെസ്പോൺസിബിലിറ്റി നിന്റെ ദൈവത്തിനുണ്ട്. കാര്യം വാഗ്ദത്വം തന്നത് ദൈവമാകയാൽ ദൈവത്തിന് ആ വാഗ്ദത്വത്തെ പൂർത്തീകരിച്ചേ പറ്റൂ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് അവനോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണ്? 21 അധ്യായത്തിലേക്ക് വരണം. അധ്യായം 21 അതിന്റെ 7 വാക്യം മുതൽ വായിച്ചാട്ടെ. 7 വാക്യം മുതൽ. ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് പത്ലോമായസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത് ഒരു ദിവസം അവരോടുകൂടെ പാർത്തു. ഞങ്ങൾ സോർ വിട്ട് കപ്പലോട്ടം തികച്ച് തൊലേമായിസിൽ എത്തി സഹോദരന്മാരെ വന്ദനം ചെയ്ത ഒരു ദിവസം കൂടെ പാർത്തു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയിലെത്തി. 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദയിൽ നിന്ന് വന്നു. അവൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകളെ കെട്ടി, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടാതെ യെരൂശലേമിൽ പോകരുത് എന്ന് ഞങ്ങളും അവിടുത്തുകാരും അവനോട് അപേക്ഷിച്ചു. അതിന് പൗലോസ്
നിങ്ങൾ അതിന് പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? ഒരു മിനിറ്റ് ശ്രദ്ധിച്ചേ. അഗബോസ് എന്ന പ്രവാചകൻ ഫിലിപ്പോസിന്റെ വീട്ടിൽ സന്ദർഭവശാൽ എത്തിയ പൗലോസിനോട് ദൈവാലോചന പറയുന്നു. പൗലോസിന്റെ ബെൽറ്റ് എടുത്ത്, പൗലോസിന്റെ അരക്കച്ച എടുത്ത് ഫിലിപ്പോസിന്റെ വീട്ടിലിരിക്കുന്ന അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ പൗലോസിനോട് ദൂത് പറയുകയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ, ഫിലിപ്പോസിന്റെ ഭവനാന്തരീക്ഷം, ഫിലിപ്പോസിന് 4 പെൺപിള്ളാരാണ്. ആ വീട്ടിലൊരു പ്രവാചകനുണ്ട്. എന്തോ ഒരു നല്ല ആത്മീയ അന്തരീക്ഷം അല്ലേ? സ്തോത്രം. എപ്പോഴും ദൈവശബ്ദം കേൾക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷമുള്ള ഭവനം. ഇനി അഗബോസ് എന്ന് പറയുന്ന പ്രവാചകൻ ഇല്ലെങ്കിൽ പോലും ഫിലിപ്പോസിന്റെ വീട്ടിൽ ദൂത് പറയാൻ 4 പെൺപിള്ളാര് അവിടെ റെഡിയാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ തലമുറകൾ ദൈവശബ്ദം പറയുന്ന തലമുറകളാകുമെന്ന്, ആകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള നമ്മുടെ സ്വപ്നം എന്താ? നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താ? വ്യക്തം ജയം. നമ്മുടെ തലമുറകളെ കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥന എന്താ? ഓക്കെ. ഫിലിപ്പോസ് എന്ന് പറയുന്നത് പ്രവർത്തികളുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലെ കർത്താവിന്റെ മേശമേൽ ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാരിൽ ഒരാളാണ്. പിന്നത്തേതിൽ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് പലയിടങ്ങളിൽ നിർത്തി. പ്രവൃത്തി 8 ഒരു ഷണ്ണനെ സ്നാനപ്പെടുത്താൻ ഈ ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചു. പലയിടങ്ങളിൽ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തി. ആ ഫിലിപ്പോസിന്റെ വീട്ടിലാണ് ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പൗലോസ് വന്നെത്തിയിരിക്കുന്നത്. പൗലോസ് അവിടെ വന്നെത്തിയപ്പോൾ, പൗലോസ് ഫിലിപ്പോസിന്റെ വീട്ടിലെത്തിയപ്പോൾ പൗലോസിനോട് ആലോചന പറയാൻ, ഞാൻ ഈ പറയുന്ന ദൂതുകൾ എത്ര പേർക്ക് മനസ്സിലാകുന്നു? പൗലോസിനോട് ആലോചന പറയാൻ ഒരു വീട്ടിൽ വന്നപ്പോൾ, ആ വീട്ടിൽ ആ ദൈവമനുഷ്യനോട് ദൂത് പറയാൻ അവിടെ ഒരു ദൈവദാസൻ നിൽക്കുകയാണ്. എന്തൊരു നല്ല അന്തരീക്ഷം അല്ലേ? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീടുകളെല്ലാം ഇങ്ങനെയൊന്നും ആയിരുന്നെങ്കിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ വീടുകൾക്കകത്തൊക്കെ ഇതുപോലെയുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നെങ്കിൽ, കുറ്റം പറച്ചിലും അപവാദം കേൾക്കലും ആക്ഷേപം കേൾക്കലും ഗോസിപ്പ് കേൾക്കലും, വ്യക്തം ചെയ്യും, ഇത് കണ്ടല്ലേ നമ്മുടെ തലമുറകൾ വളരുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഉപവാസത്തിന്റെ 20-ാമത്തെ ദിവസമാണിത്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് പറയുമ്പോൾ ദൈവാത്മ നിയോഗത്തോടെ പറയുകയാണ്, നിങ്ങളുടെ വീടുകൾ ദൈവസാന്നിധ്യത്തിന്റെ അന്തരീക്ഷമുള്ള വീടുകളാകട്ടെ. നിങ്ങളുടെ വീടുകൾ ദൈവശബ്ദമുള്ള വീടുകളാകട്ടെ. നിങ്ങളുടെ വീടുകളുടെ അന്തരീക്ഷങ്ങളിൽ ദൈവത്തിന്റെ ആലോചനകൾ രൂപപ്പെടട്ടെ. നിങ്ങളുടെ വീടുകളുടെ അന്തരീക്ഷങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിക്കട്ടെ. നമ്മുടെ തലമുറകൾ നമ്മുടെ വീട്ടിൽ വരുന്നവരോട് ദൂത് പറയട്ടെ. നമ്മുടെ തലമുറകൾ പ്രവചിക്കുന്നവരാകട്ടെ. സംതരാധന. നമ്മുടെ തലമുറകൾ ദൈവാലോചനയുടെ നിയോഗത്തെ വിളിച്ചു പറയുന്നവരാകട്ടെ. നമ്മുടെ തലമുറകൾ ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്നവരാകട്ടെ. നമ്മുടെ തലമുറകൾ വെളിപ്പാടുകളെ കൈകാര്യം ചെയ്യുന്നവരാകട്ടെ, കൈമാറ്റം ചെയ്യുന്നവരാകട്ടെ. മറ്റൊരു കാര്യം, ആ വീടിനകത്ത് വന്നിരിക്കുന്നത് അഗബോസ് എന്ന് പറയുന്ന അനുഗ്രഹീത പ്രവാചകനാണ്. സ്തോത്രം. എത്ര പേര് ഇവിടെ ഉണ്ട്? ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, എന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്? എന്റെ ഭവനാന്തരീക്ഷത്തിൽ ദൈവസാന്നിധ്യം ഒഴികെ ഒന്നും വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേ. ഈ രാവിലെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് കേട്ടോ. ആ സ്തോത്രം. ഫിലിപ്പോസിന്റെ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അഗബോസ്. ഫിലിപ്പോസിന്റെ വീട്ടിൽ 4 പെൺപിള്ളാർ, കന്യകമാരും പ്രവചിക്കുന്നവരും. ആമേൻ. ജീവിത വിശുദ്ധിക്ക് വേണ്ടി, ആമേൻ, ജീവിതത്തിൽ കറപറ്റാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കറപറ്റാത്ത പിള്ളാരെ ആമേൻ വളർത്താൻ വേണ്ടി ഫിലിപ്പോസിന് ബന്ധപ്പെടേണ്ട കാര്യമില്ല. ഫിലിപ്പോസിന്റെ ക്രെഡിറ്റ് എന്താന്ന് ചോദിച്ചാൽ, ഫിലിപ്പോസിന്റെ അഭിമാനം എന്താന്ന് ചോദിച്ചാൽ, ഫിലിപ്പോസ് ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ, ഫിലിപ്പോസെ, നിന്റെ ശുശ്രൂഷ എവിടെയാ തുടങ്ങിയത്? ഫിലിപ്പോസിന്റെ മിനിസ്ട്രി എവിടെയാ തുടങ്ങിയത്? ഫിലിപ്പോസിന്റെ മിനിസ്ട്രി തുടങ്ങിയത് മേശമേൽ ആഹാരം വിളമ്പാനാ. ഗൗരവത്തോടെ ഈ ദൂതുകൾ കേൾക്കുന്നുണ്ടോ? ഫിലിപ്പോസിന്റെ ശുശ്രൂഷ തുടങ്ങിയത്
സർവ് ചെയ്യാനാ, സാമ്പാർ വിളമ്പാനാ. ആ ഫിലിപ്പോസിന്റെ ആ ശുശ്രൂഷയെ എന്റെ ദൈവം കൈവിട്ടില്ല. ഗ്രാജുവലി ദൈവം അതിനെ വളർത്തിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ മക്കളെ, നമ്മുടെയൊക്കെ ജീവിതാനുഭവത്തിൽ നമ്മൾ ആർക്കെയോ ദൈവദാസന്മാരുടെ കൈക്ക് വെള്ളമൊഴിച്ചായിരിക്കും നമ്മുടെ തുടക്കം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരുടെയൊക്കെയോ മേശപ്പുറത്ത് ഏതൊക്കെയോ ദൈവദാസന്മാർക്ക് ഒരു നേരത്തെ ആഹാരം വിളമ്പിയായിരിക്കും തുടക്കം. ഞാൻ ഇന്നെത്തി നിൽക്കുന്ന അനുഭവം ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അഗബോസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വീട്ടിൽ പാർക്കത്തക്ക നിലയിൽ ഇന്നത്തേതിൽ ദൈവ കാര്യങ്ങളെ ഒരുക്കിയെടുത്തു. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മുടെ എല്ലാം ചെറിയ തുടക്കങ്ങളല്ലായിരുന്നു. നമ്മളൊന്നും വലിയ നിലയിൽ തുടങ്ങിയവരല്ലല്ലോ. ഇതോട് ചേർത്ത് ഞാൻ പിന്നെയും പറയുന്നു, ഇന്നും നിന്റെ സാഹചര്യങ്ങൾ ചെറിയതായിരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, സീതാലക്ഷ്മി എന്ന ഐഡിയിലിരിക്കുന്ന മാതാവിനോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായി കൊള്ളട്ടെ, ഇന്നും മറുപടി പറയാനില്ലാത്ത 100 ചോദ്യങ്ങൾ മുൻപിലുണ്ടായിരിക്കും. വിശ്വാസത്തിന് വേണ്ടി ചുവട് വെച്ചു, മറുപടികൾ പറയാൻ കഴിയുന്നില്ല. വിശ്വാസത്തിന്റെ ചുവടുകളുടെ ആഫ്റ്റർ എഫക്റ്റുകൾ ജീവിതത്തിൽ പലതിലും വേണ്ട വിധത്തിൽ കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഇന്ന് ഈ മീറ്റിംഗിനിരുന്ന് ഒരു എളിയ ദൈവദാസൻ എന്ന നിലയിൽ കർത്താവ് തരുന്ന നിയോഗത്താൽ ഞാൻ ഈ മാതാവിനെ ബ്ലസ് ചെയ്യുകയാണ്. നിന്റെ ലൈഫിൽ ഒഴിയാത്ത കണ്ണുനീരും പറ്റാത്ത കണ്ണുനീരിന്റെ ഉറവയും ഇന്നും മാറിക്കിടക്കുമ്പോൾ ഞാൻ ഈ വീടിനെ ബ്ലസ് ചെയ്യുന്നു. ഇവൾക്ക് വേണ്ടി ഒരു ഭവനത്തെ കൽപ്പിച്ചാക്കുന്നു. ഇവളുടെ തലമുറയെ ബ്ലസ് ചെയ്യുന്നു. നിന്റെ തലമുറയുടെ മേൽ പിശാചിട്ടിരിക്കുന്ന സകല വെല്ലുവിളികളും ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറാൻ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. എന്റെ തലമുറയ്ക്ക് ഒരു നന്മയില്ലയോ എന്ന് ചോദിക്കുന്ന ഇടത്ത് ഒരു ഡോർ ഇന്ന് പ്രഭാതത്തിൽ തുറന്നു വരട്ടെ. ഒരു വഴിയില്ലയോ എന്ന് ചോദിക്കുന്ന ഇടത്ത് ഒരു ഡോർ ദൈവത്താൽ ഓപ്പണായി വരട്ടെ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഫിലിപ്പോസിന്റെ വീട്ടിൽ ചെറിയ തുടക്കങ്ങളിൽ, ഞാൻ ആവർത്തിക്കുന്നു, മേശമേൽ ശുശ്രൂഷിക്കാൻ നിയോഗിക്കപ്പെട്ട 7 പേരുടെ കൂട്ടത്തിൽ നിന്ന് തുടങ്ങിയ ചെറിയ തുടക്കങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഫിലിപ്പോസിന്റെ വീട്ടിൽ ഇന്നിരിക്കുന്ന പ്രവാചകൻ ആരാന്ന് നിങ്ങൾക്ക് കേൾക്കണോ? എടുത്തോ, പ്രവർത്തികളുടെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിന്റെ 26 മുതലുള്ള വാക്യങ്ങൾ ഒരാളൊന്ന് വായിച്ചേ. 11-ാമത്തെ അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ പ്ലീസ്. അവർ ഒരു സംവത്സരം മുഴുവനും സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം അന്തോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി. അടുത്ത വാക്യം വായിച്ചോ. ആ കാലത്ത് യെരുശലേമിൽ നിന്നും പ്രവാചകന്മാർ അന്തോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ളൊരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെ മഹാക്ഷാമമുണ്ടാകുമെന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വരുമായിരുന്നു. അന്ത്യോക്യയിൽ ഉണർവ് ആരംഭിക്കുകയാണ്. അന്ത്യോക്യയിൽ ഉണർവ് ആരംഭിക്കുമ്പോൾ അന്ത്യോക്യയിലേക്ക് ദൈവം ആദ്യം സെൻഡ് ചെയ്ത പ്രവാചകന്മാരെയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം നോക്കിയേ. അവരിൽ അഗബോസ് എന്ന് പേരുള്ളവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. ഈ അഗബോസ് ഇപ്പൊ എവിടെ ഇരിക്കുക? താങ്ക് യു ലോർഡ്. ഈ അഗബോസ് ഇപ്പൊ എവിടെ ഉണ്ട്? ആരായിരുന്നു അഗബോസ്? അന്ത്യോക്യയിൽ റിവൈവൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ റിവൈവൽ ആരംഭിച്ച കാലഘട്ടത്തിൽ അതിന്റെ നടുവിൽ നിന്ന് ദൈവത്തിന്റെ ദൂത് പറഞ്ഞ മനുഷ്യനാണ് അഗബോസ്. അഗബോസ് ഒരു പ്രവാചകനാ. അഗബോസിന്റെ പ്രവചനത്തിന്റെ രീതി, അല്ലെങ്കിൽ അഗബോസിന്റെ പ്രവചന ശുശ്രൂഷ ഏത് നിലയിലാ പോകുന്നതെന്ന് കണ്ടോ? ദേശത്തിന്റെ നടുവിൽ വെളിപ്പെട്ടു വരുന്ന ക്ഷാമത്തെ ആത്മാവിൽ കണ്ട് ദൂത് പറയുന്ന ഒരു അഭിഷിക്തനാണ് അഗബോസ്. അപ്പോൾ ആ അഗബോസ് ഇപ്പോൾ ദൈവത്തിന്റെ ദാസനായ ഫിലിപ്പോസിന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ വിശ്വസ്തതകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരും ദൈവദാസന്മാരെ തേടി പോയതല്ല.
എന്നാൽ നിയോഗമുള്ള ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ദൈവം അയക്കുന്നതാണ്. ഇത് വിശ്വസിക്കാൻ കഴിയുമോ? നിന്നോടുള്ള ദൈവശബ്ദം അറിയിക്കാൻ ഈ ദൂത ഞാൻ ആരോടോ സംസാരിക്കുന്നു. നിന്റെ ക്രൂഷ്യൽ പീരീഡുകളിൽ നിന്നോട് ആത്മാവിൽ സംസാരിക്കാൻ ആവശ്യമുള്ള ദൂതുമായിട്ട് കൃത്യമായി നീ ഇരിക്കുന്ന ഇടത്തേക്ക് അഭിഷിക്തന്മാരെ അയക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. അത്രയോ വിശ്വസതയാണ്. നോക്കിയേ, അഗബോസ്, അവരിൽ അഗബോസ് എന്ന് പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ചു. അപ്പോൾ ദേശത്ത് സംഭവിക്കാൻ പോകുന്ന ക്ഷാമത്തെ ആത്മാവിൽ തിരിച്ചറിയാൻ കഴിവുള്ള ഒരു അഭിഷിക്തനായിരുന്നു അഗബോസ്. ആ അഗബോസിനെ ഇന്ന് ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ മേശമേൽ ശുശ്രൂഷിച്ച പൗലോസിന്റെ വീട്ടിലാണ്. ഞാൻ ഇന്ന് രാവിലെ ദൈവാത്മ നിയോഗത്തോടെ ദൈവമക്കളോട് സംസാരിക്കുന്നു. വിവിധ ടൈം സോണുകളിലാണ് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പ്രഭാതമായതുകൊണ്ട് ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോകുന്നു. എനിവേ, ഈ രാവിലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിനക്ക് വേണ്ടിയുള്ള നിയോഗത്തിന്റെ ദൂതുമായിട്ട് ഒരാളെ കണക്ട് ചെയ്യണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 2024 നിയോഗത്തിന്റെ ദൂതുമായിട്ട് ദൈവാത്മാവ് ചിലരെ നിന്റെ മുൻപിൽ അയക്കുമെന്ന് ശാന്തര ദൽക്കടകഥന വിനോദ് മണ്ണാർക്കാട് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. നീ ആയിരിക്കുന്ന ദേശവുമായി ബന്ധപ്പെട്ട് എനിക്ക് സംസാരിക്കാനുണ്ട്. നീ ആയിരിക്കുന്ന ദേശത്തിന്റെ നടുവിൽ ഒരു റിവൈവൽ കൊണ്ടുവരാനുണ്ട്. 24 സെപ്റ്റംബർ മാസം നീ ആയിരിക്കുന്ന ദേശവുമായി കണക്ട് ചെയ്ത് ദൈവം ചില വലിയ ചലനങ്ങൾ വെളിപ്പെടുത്തി കൊണ്ടുവരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വിശ്വസിക്കൂ ദൈവപൈതലെ, ആലോചന ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്കുള്ള ദൂതുമായിട്ട്, നിനക്കുള്ള ദൈവശബ്ദവുമായിട്ട് ദൈവം ചിലതിനെ നിന്റെ അടുത്തേക്ക് അയക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഈ സമയത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മനസ്സ് കാണിക്കുന്നു? പരിശുദ്ധാത്മാ പറയുന്നു, നീ പ്രതീക്ഷിക്കാത്ത അഗബോസുമാരെ നിന്റെ വീടിനകത്ത് ദൈവം അയക്കും. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അഗബോസിന്റെ ആകെ ഭയങ്കര സന്തോഷിക്കുകയാണ്. ദൈവം എത്രയോ വിശ്വസ്തനാണ്. ഓ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എന്റെ വീടിനകത്തിരിക്കുന്നതിനേക്കാൾ ആലോചനയുള്ള ഒരു പ്രവാചകൻ എന്റെ വീടിനകത്തിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഓ രാലാബാൻ, രാവിലെ ദൈവസാരഥി ഇറങ്ങി തൊടുന്ന എത്ര പേരുണ്ട് എനിക്കറിയത്തില്ല. കർത്താവ് ചെല്ലോട് പറയുന്നു, നിന്റെ കൂടാരങ്ങളിൽ എന്റെ ദൂതമായിട്ട് എന്റെ ദാസന്മാരെ ഞാൻ കയറ്റാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് രാവിലെ ജലത്തെ തൊട്ടുകൊണ്ടിരിക്കുന്നു. ഈ മീറ്റിംഗിൽ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. പാസ്റ്റർ ജ്യോതിഷ്, നിന്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളെ ദൈവം തിരിക്കാൻ പോകുന്നു. കഴിഞ്ഞ 4.5 വർഷത്തെ സ്ട്രഗിള് നിന്റെ മുമ്പിൽ ദൈവം പൊട്ടിക്കുകയാണ്. നിന്റെ അതിരുകളെ ദൈവം വിശാലമാക്കുന്നു. നീ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിനകത്തിട്ട് എന്നെ കറക്കുമോന്ന്? നോ. ദൈവത്തിന്റെ ആത്മ പറയുന്നതിന്റെ വചന വെളിപ്പാടുകളെ ദൈവം മാറ്റാൻ പോവുകയാണ്. സാധാരണ ഭൂതശാന്തിയുടെ ശുശ്രൂഷ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കാൻ പോകുന്നു. വളരെ അവിചാരിതമായിട്ട് പൗലോസ് ഫിലിപ്പോസിന്റെ വീട്ടിലെത്തിയതാ. ഇരവനെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ, ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ജനമേ, ആലോചന ഇല്ലാത്ത ഒരിടത്തിരിക്കുന്നതിനേക്കാൾ ആലോചന ഉള്ളവരിടത്തിരിക്കുന്നത് എത്ര നന്ന്. സുനിൽ, കർത്താവിന്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, എന്റെ ശബ്ദത്തിന് നിന്നെ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും. എന്റെ ശബ്ദത്തിന് നിന്നെ എക്യുപ്പ് ചെയ്യാൻ കഴിയും. എന്റെ ശബ്ദത്തിന് നിന്നെ കംഫർട്ട് ചെയ്യാൻ കഴിയും. നിന്റെ മുൻപിൽ നിൽക്കുന്ന സ്ട്രഗിളുകളെ ഞാൻ ഈ രാവിലെ ശാസിക്കുന്നു.
രാവിലെ പ്രാർത്ഥിച്ചാട്ട്. പാസ്റ്റർ റോബിൻ ദൈവം ചിലത് കണക്ട് ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലെ. കർത്താവിന്റെ കരം ഈ രാവിലെ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ മഹത്വം ഈ പകൽ വെളിപ്പെട്ട് വരട്ടെ. നിനക്ക് വിരോധവും പ്രതികൂലമായി നിൽക്കുന്ന ചിലതിന്റെ മേൽ ഈ രാവിലെ ദൈവ സാന്നിധ്യം ഇറങ്ങി വ്യാപരിക്കട്ടെ. എന്താ സംഭവിച്ചത്? ദൈവത്തിന്റെ നീതി കണ്ടോ? ദൈവത്തിന്റെ വിശ്വസ്തത കണ്ടോ? വർഷങ്ങൾക്ക് മുൻപ് പ്രകൃതി ശക്തികളോട് ദൂത് പറയാൻ അധികാരവും നിയോഗവും പ്രാപിച്ച ഒരു അഭിഷിക്തനെ അസാധ്യമെന്ന് വിചാരിക്കുന്നു? കമോൺ. ചില ദൈവദാസന്മാർ നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യും. ചില ദൈവദാസന്മാരെ നിങ്ങളുമായിട്ട് ദൈവം കണക്ട് ചെയ്യും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ പഞ്ചായത്ത് മെമ്പർ വരുമോന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ വീട്ടിൽ ഹോം മിനിസ്റ്റർ വരുമോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ദൂതുമായിട്ട് ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ദൈവം അയക്കും. സ്തോത്രം. അങ്ങനെ 21-ാമത്തെ അധ്യായത്തിൽ അഗബോസ് എന്ന് പറയുന്ന ദൈവദാസൻ വളരെ അവിചാരിതമായിട്ടിരിക്കുന്ന ഫിലിപ്പോസിന്റെ വീട്ടിലേക്ക് വളരെ അവിചാരിതമായിട്ട് ദൈവത്തിന്റെ ദാസൻ പൗലോസ് ചെല്ലുകയാണ്. പൗലോസ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ദൈവത്തിന്റെ വിശ്വസ്തത കണ്ടോ? പൗലോസിന്റെ അരക്കച്ച എടുത്തു വെച്ച് അഗബോസ് എന്ന് പറയുന്ന ദേശങ്ങളോട് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് കാഴ്ചപ്പാട് കാണാൻ മനസ്സുള്ള ദൈവത്തിന്റെ ദാസൻ ദൂത് പറയുകയാണ്. ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ ദൈവത്തിന്റെ ആത്മാവ് യെരൂശലേമിൽ കൊണ്ടുപോകും. പക്ഷെ അവിടെ വളരെ പ്രതിസന്ധി ഉണ്ടാകും. ഇനി എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. ആലോചന കേൾക്കുന്ന പ്രിയരെ, ഞാൻ പറയുന്ന നിയോഗത്തോടു കൂടെ തന്നെ ഈ ദൂതിനെ നിങ്ങൾ കേൾക്കണം. ആലോചന കേൾക്കുന്ന പ്രിയരെ, പലപ്പോഴും ആലോചന വെളിപ്പെട്ടു വരുമ്പോൾ വെളിപ്പെട്ടു വരുന്ന ആലോചനയെ എങ്ങനെ സ്വീകരിക്കണമെന്നറിയാത്തതാണ് എന്റെ മുൻപിലെ ഒരു വെല്ലുവിളി. പൗലോസ് ആലോചന പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥന് ഇങ്ങനെ സംഭവിക്കുമെന്ന്. ഞാനാണെങ്കിൽ എന്നതാ പറയുന്നതെന്നറിയാമോ? താങ്ക് യു ലോർഡ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. കാര്യം ഇത് വെളിപ്പെടുത്തി തന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ യെരൂശലേമിലേക്ക് പോകാൻ ഇരിക്കുകയായിരുന്നു. ഞാനിപ്പോ കയറി ചെല്ലുകയും അവിടെ കിടന്ന് അടികൊള്ളുകയും അവിടെ കിടന്ന് ചത്തുപോവുകയും ചെയ്തേനെ എന്ന് വേണമെങ്കിൽ പൗലോസിന് ചിന്തിക്കാം. പക്ഷേ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, ഞാൻ ദൈവിക വെളിപ്പാടാ പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ, ഹല്ലേലൂയ, കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇവിടെ ഇരിക്കുന്ന ആരോടൊക്കെ ദൈവം സംസാരിക്കുന്നത് കേട്ടോ, എനിക്കറിയാം. പലപ്പോഴും കേട്ട ദൂതുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ സ്ട്രഗിൾഡ് ആയിട്ടുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വീർപ്പ് മുട്ടിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്നില്ല, ഓ പോകണോ വേണ്ടായോ. ഏലി നിന്നിട്ട് പറയുന്നു. ആരാ? ഏലി. കമോൺ, ഏലി റവറന്റ്, ഒരു ഭയങ്കര പുരോഹിതൻ നിന്നിട്ട് പറയുന്നു, അന്നേ നീ എന്തോ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നേ, എന്തോ കരച്ചിലേക്ക് കരയുന്നേ. കൺഫ്യൂസ്ഡ് ആകത്തില്ലേ? കമോൺ, ഇല്ലേ? കൺഫ്യൂസ്ഡ് ആകത്തില്ലേ? പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അങ്ങനെ കൺഫ്യൂസ്ഡ് അടിച്ചിരിക്കുന്ന കുറച്ചു പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. കൺഫ്യൂസ്ഡ് ആകത്തില്ലേ? പക്ഷേ ഹന്നയ്ക്കൊരു ഡൗട്ടും ഇല്ല. ഹന്ന പറയുകയാണ്, ഞാനിവിടെ തന്നെ നിൽക്കും, ഞാൻ കരയും, ഞാൻ പ്രാർത്ഥിക്കും. ഏലി നിന്നിട്ട് പറയുമ്പോൾ നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നും. വേണ്ട കേട്ടോ, വേണ്ട വേണ്ട. ഏലിയല്ല, എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? ഏലിയാവ് എലീശയോട് പറയുന്നു, നീ വരണ്ട, ഗിൽഗാലിൽ നിൽക്ക്, ബഥേലിൽ നിൽക്ക്, എരിഹോവിൽ നിൽക്ക്. കമോൺ, കൺഫ്യൂസ്ഡ് ആകത്തില്ലേ? ആരാണ് ഏലിയാവ്? ശക്തനായ പ്രവാചകൻ. ഏലിയാവ് പറയുന്നത് അക്ഷരം പ്രതി കേൾക്കാനിരിക്കുകയാണ് എലീശ. പക്ഷെ ഏലിയാവ് പറയുന്നു, നോ, നീ ഇപ്പൊ വരണ്ട. പക്ഷേ എലീശയ്ക്ക് ഒരു ഡൗട്ടും ഇല്ല, ഞാൻ പോകുക തന്നെ ചെയ്യും.
എന്താണ് പ്രശ്നം? ആലോചന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, യെരൂശലേമിൽ നിനക്കിത് സംഭവിക്കുമെന്ന്. ഇതൊരു വലിയ വിഷയമാണ് നമ്മുടെ മുമ്പിൽ. താങ്ക് യു ലോർഡ്. യെരൂശലേമിൽ ഇത് സംഭവിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നു. എന്ത് ഡിസിഷൻ എടുക്കാൻ പറ്റും? ഒരു മടിയും കൂടാതെ ആ മനുഷ്യൻ ആ അരക്കച്ച തട്ടിപ്പറിച്ച് യെരൂശലേമിലേക്ക് പോയി. സ്തോത്രം. പറ്റുമോ ദൈവത്തിന്റെ പൈതലെ? പറ്റുമോ? ആ മനുഷ്യൻ ആ അരക്കച്ച തട്ടിപ്പറിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് പോയി. പിന്നത്തേതിൽ വായിക്കുന്നത്, സുഗമമല്ലാത്ത സാഹചര്യങ്ങൾ ദൈവാത്മാവ് ഇടപെട്ടതുപോലെ തന്നെ അവിടെ സംഭവിച്ചു. മീറ്റിംഗ് കഴിഞ്ഞിട്ടൊന്ന് ധ്യാനിച്ചാൽ മതി അതിന്റെ ഭാഗം. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. സുഗമമല്ലാത്ത പല അന്തരീക്ഷങ്ങൾ അവിടെ സംഭവിച്ചു. പക്ഷേ പൗലോസിനെ അത്ഭുതകരമായി ദൈവം അവിടെ സൂക്ഷിച്ചു. അത്ഭുതകരമായ ദൈവിക കരുതൽ പൗലോസ് അവിടെ അനുഭവിച്ചു. ഒരു വേള ശ്രദ്ധിക്കണേ, കൂടെ നിന്നവരൊക്കെ പറഞ്ഞു കാണും, നിന്നോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടതല്ലേ? കമോൺ. കൂടെ നിന്നവരൊക്കെ പറഞ്ഞു കാണും, നിന്നോട് പറഞ്ഞ ദൂത് നീ അനുസരിക്കാത്തത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്? പക്ഷേ എന്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു കുലുക്കിയൊരു വെളിപ്പാടാണിത്. കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പൗലോസിന്റെ ഉറക്കത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ അടുത്ത് വന്നു. ഒരു രാത്രിയിൽ ആക്ട്സ് 23:11 രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് അവനോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ലൗലി മാത്യൂസ്, ദൈവാത്മാ പറയുന്നു, നിന്റെ കൂടെ കർത്താവുണ്ട്. നിലകളിൽ വെളിപ്പെട്ടു വന്ന ചില ആലോചനയുടെ മുൻപിൽ കൺഫ്യൂഷനുകൾ നിന്റെ ലൈഫിൽ ഉണ്ടെന്ന് വരികിലും പേടിക്കേണ്ട കേട്ടോ, നിന്റെ കൂടെ കർത്താവുണ്ട്. ഞാൻ ആത്മാവിൽ ദൈവമക്കളോട് സംസാരിക്കട്ടെ. ദൈവമക്കളെ, 21-ാമത്തെ അധ്യായത്തിൽ കേട്ട ദൂതിന് ആമേൻ പറഞ്ഞു ഒരിടത്ത് ഒതുങ്ങാതെ പൗലോസ് പുറപ്പെട്ടു. പക്ഷെ ജീവന് കേടുവരാതെ ദൈവത്തിന്റെ ആത്മാവ് മടക്കിക്കൊണ്ടുവന്നു. നിങ്ങൾ എന്നെ ശാന്തമായിട്ടൊന്ന് ഗ്രഹിക്കണേ. മടക്കിക്കൊണ്ടുവന്ന് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് വ്യക്തിപരമായി പറഞ്ഞു, നീ ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ശാന്തമായി ഞാൻ ഈ ദൂതൊന്ന് വിവരിക്കട്ടെ. നാളുകളിൽ പൗലോസിനെ ഉപയോഗിക്കാനുള്ള ആ റോമയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് അവനോട് ദൂത് പറയാൻ ആഗ്രഹിച്ചപ്പോൾ, തയ്യാറായപ്പോൾ, അതിന് ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ ആ റോമയെ കുറിച്ച് ദൂത് പറയാൻ, അതിനെ കമ്പയർ ചെയ്യാൻ പൗലോസിന്റെ മുൻപിൽ ദൈവം എടുത്തുകൊണ്ട് വന്നത് ഇന്നലകളിൽ യെരൂശലേമിൽ നിർത്തിയതാണ്. ഞാൻ ആ ഭാഗം കേട്ടപ്പോൾ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. എന്താ കാര്യം എന്നറിയാമോ ദൈവമക്കളെ? ഒരു വേള ആ സമയത്ത് ദൂത് കേട്ടപ്പോൾ, ഒരു വേള ആ സമയത്ത് ആലോചന അഗബോസ് പറഞ്ഞപ്പോൾ അഗബോസിന്റെ ശബ്ദത്തെ തിരസ്കരിച്ചു പോയെന്ന് അന്ന് കേട്ടിരുന്ന കേൾവിക്കാരായ സകലമാന മനുഷ്യർക്കും തോന്നിക്കാണും. പക്ഷേ ഇപ്പോൾ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അഗബോസ് ആലോചന പറഞ്ഞതുപോലെ തന്നെ പൗലോസിനോടും സംസാരിച്ച ഒരു ദൈവം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഒരു പ്രവാചകനോട് ദൂത് കൊടുക്കുമ്പോൾ തന്നെ ആ പ്രവാചകനിലൂടെ വെളിപ്പെട്ട ദൂതുകൾക്ക് ഞാൻ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് എന്നോടും സംസാരിക്കുന്ന ഒരു ദൈവമില്ലേ? ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നു? നാളുകളിൽ റോമയിലേക്ക് അയക്കുമെന്ന് ദൂത് പറയാൻ ദൈവത്തിന്റെ ആത്മാവ് എക്സാമ്പിൾ പറഞ്ഞത് ഇന്നലെ നിന്നെ യെരൂശലേമിൽ നിർത്തിയതുപോലെ. നീ എടുത്ത സ്റ്റെപ്പുകൾ പലതും തെറ്റായി പോയെന്ന് കണ്ടവർക്കും കേട്ടവർക്കും മുഴുവൻ തോന്നിയാലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു,
നാളുകൾ ചിലത് കഴിയുമ്പോൾ ദൈവം അത് പ്രൂവ് ചെയ്യും. നിന്റെ സ്റ്റെപ്പിനകത്ത് എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും. അഗബോസിന്റെ ദൂത് തെറ്റെന്നല്ല, അഗബോസിന്റെ ദൂതിന്റെ ശരി പോലെ തന്നെ എന്റെ നിയോഗത്തിനകത്തും ഒരു ശരിയുണ്ട്. 20-ാമത്തെ പകലിൽ ദൈവം സംസാരിക്കും. പ്രാർത്ഥിക്കുന്നത് അഭിഷിക്തരെ, നിന്റെ നിയോഗം തെറ്റല്ല കേട്ടോ. നിനക്ക് പേഴ്സണലി ദൈവം തരുന്ന കൺവിക്ഷൻ തെറ്റല്ല കേട്ടോ. ഹന്നയ്ക്ക് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തതാ കേട്ടോ. ഏലിയാവ് കുറഞ്ഞു പോയത് കൊണ്ടല്ല, ഏലിയാവ് ചെറിയ മനുഷ്യനായതുകൊണ്ടല്ല. എലീശ അവന്റെ വാക്ക് കേട്ട് ബേഥേലിലും ജെറിക്കോയിലും ഗിൽഗാലിലും സ്റ്റോപ്പ് ഓവർ ചെയ്യാനത്. അതിനപ്പുറത്ത് വ്യക്തിപരമായി കേട്ട കൺവിക്ഷൻ കറക്റ്റ് ആയതുകൊണ്ടാണ്. ഈ രാവിലെ ഒരു ചോദ്യം, മനസ്സല്ലേ ദൈവം സംസാരിക്കുന്നു? മുറിക്കകത്ത് കർത്താവ് ഇറങ്ങി വരുന്നു. ഐ വാണ്ട് ടു പ്രൂവ് യു. ഒരു സൂം മീറ്റിങ്ങിനകത്ത് ഒരു സാധാരണ സന്ദേശം പറഞ്ഞു പോകാൻ എനിക്കിഷ്ടമില്ല കേട്ടോ. എന്റെ മുൻപിലിരിക്കുന്ന കേൾവിക്കാരോട് ദൈവം സംസാരിക്കുന്നത് ഞാൻ തിരിച്ചറിയുന്നു. നിന്നോട് പേഴ്സണലി ദൈവം എന്തേ ഇടപെടുന്നത്? നിനക്ക് പേഴ്സണലി കിട്ടുന്ന ഉറപ്പന്തേ? ഞാൻ ഈ മീറ്റിംഗ് തുടങ്ങിയപ്പോ, ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വ്യക്തിപരമായി ശബ്ദം കേൾക്കണമെന്ന്. പ്രൈസ് ഗോഡ്. എന്റെ ദൂതുകളുടെ നിറവേറലിനകത്ത് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായി കാണണമെങ്കിൽ ഞാൻ കേൾക്കുന്ന ദൂതിനൊപ്പം എന്നോടുകൂടെ സംസാരിക്കുന്ന ഒരു ദൈവശബ്ദം എനിക്ക് അത്യാവശ്യം. ശക്തനായൊരു ദൈവദാസനാണ് അഗബോസ്. ദേശങ്ങളോട് ദൂത് പറയാൻ കരുത്തുള്ളവനാണ് അഗബോസ്. ആ ദൂത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ പ്രശ്നം, ആൾക്കാരെല്ലാം കരഞ്ഞ് കാല് പിടിച്ച് പൗലോസിനോട് പറഞ്ഞു, മാൻ ഓഫ് ഗാഡ് പ്ലീസ്, നീ ഇപ്പൊ അങ്ങോട്ട് പോകല്ലേ. കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ പ്ലീസ് ദയവായിട്ട് മ്യൂട്ട് ചെയ്യുക, ദയവായിട്ട് നിങ്ങളുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്യുക പ്ലീസ്. ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പൈതലെ, ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നു. നിന്റെ ലൈഫിന്റെ മുൻപിൽ ഒറ്റപ്പെട്ട സാഹചര്യങ്ങളുടെ നടുവിൽ നിനക്ക് മറുപടികൾ കിട്ടാതിരിക്കുമ്പോൾ നിനക്ക് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളുടെ മേൽ ഒരു ദൈവീക ശബ്ദം വേണം. പേഴ്സണലി ദൈവത്തിന് നിന്നോട് സംസാരിക്കാൻ കഴിയണം. അരുതുകളുടെ ശബ്ദം മാത്രമാണ് പലതെന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി. ദൈവ പൈതലെ, പ്രവാചക, ദൈവദാസ, അഭിഷിക്ത, അപ്പോസ്തോല, അരുതുകളുടെ ശബ്ദം മാത്രമെന്ന് വിചാരിച്ചാൽ തെറ്റിപ്പോയി. നോ, അരുതുകൾക്കപ്പുറത്ത് ചില നിയോഗത്തിന്റെ ശബ്ദം കൂടിയാണ്. നീ കേൾക്കുന്ന അടിക്കപ്പുറത്ത്, നീ കേൾക്കുന്ന ഉപദ്രവത്തിനകപ്പുറത്ത്, നീ കേൾക്കുന്ന ആക്ഷേപത്തിനപ്പുറത്ത്, നീ കേൾക്കുന്ന നിന്നയ്ക്കപ്പുറത്ത്, നീ കേൾക്കുന്ന പരിഹാസത്തിനപ്പുറത്ത്, നീ കേൾക്കുന്ന അപവാദത്തിനപ്പുറത്ത് ഒരു ദൈവമഹത്വം മറഞ്ഞിരിപ്പുണ്ട്. എന്താണെന്നറിയാമോ? നാളുകളിൽ നിന്നെ നിർത്താനുള്ള റോമയെ കുറിച്ചുള്ള ഒരു ഉറപ്പ് കിട്ടുന്നത് ഈ ദൈവിക ശബ്ദത്തിനകത്താണ്. റെഗാലവോ സമ്പരാധന
ചിലരുടെ നിയോഗം വീഴട്ടെ, ചിലരുടെ ആത്മാവിന്റെ നിയോഗം വീഴട്ടെ. തടസ്സങ്ങളെ വെട്ടിമാറ്റി നിയോഗത്തിന്റെ പുതപ്പുമായി പട്ടണങ്ങളെ ചവിട്ടാൻ, ദേശങ്ങളെ ചവിട്ടാൻ, അധികാരമണ്ഡലത്തെ ചവിട്ടാൻ, പ്രതിസന്ധിയെ പിടിച്ചു കെട്ടാൻ നിന്റെ അഭിഷേകം വ്യാപിക്കട്ടെ. Glory to God, glory to God. Thank you. Praise you, Father. അന്ന് അലമോശം പറഞ്ഞ ദൂതിന് മുന്നിൽ ആമേൻ പറഞ്ഞ് മൂല കയറിയിരുന്നെങ്കിൽ നാളെ നീ നിൽക്കാനുള്ള ഉറപ്പിനെ കുറിച്ച് നിനക്കൊരു ഉറപ്പ് കിട്ടത്തില്ലായിരുന്നു. രാവിലെ ദൈവം ചിലരുടെ ഓപ്പൺ ചെയ്യുകയാണ്, ശുശ്രൂഷയുടെ ഓപ്പൺ ചെയ്യുകയാണ്. നിന്റെ ഫാമിലിയുടെ മുൻപിൽ ദൈവം ചില ഡോറുകളെ ഓപ്പൺ ചെയ്യുകയാണ്. നിന്റെ ജനറേഷന്റെ മുൻപിൽ ദൈവം ചില ഡോറുകളെ ഓപ്പൺ ചെയ്യുകയാണ്. നിന്റെ ചർച്ചിന്റെ മുൻപിൽ ദൈവം ചില ഡോറുകളെ ഓപ്പൺ ചെയ്യുകയാണ്. അടഞ്ഞുപോയ മിനിസ്ട്രികൾ, അടഞ്ഞുപോയ തലങ്ങൾ, അടഞ്ഞുപോയ അഭിഷേകത്തിന്റെ മണ്ഡലങ്ങൾ ഈ പകൽ വിടുതലായി വെളിപ്പെട്ടു വരട്ടെ. ദൈവാത്മാവ് സംസാരിക്കുന്നു കേട്ടോ, ദൈവാത്മാവ് സംസാരിക്കുന്നു. ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാട്ടെ. ദൈവത്തിന്റെ കരം ചിലരുടെ മേൽ വ്യാപരിക്കുകയാണ്. വൈഡ പ്രമനകളുടെ ശബ്ദരാധന. ഒരു വേള നീ വേദനിച്ചു കാണും, ആമീൻ. ഒരു വേള നീ കൺഫ്യൂസ് ആയി കാണും. കർത്താവേ, എന്താണ് ചെയ്യേണ്ടത്? ഈ രാവിലത്തെ മീറ്റിംഗിനാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഉറപ്പില്ലാതെ കിടക്കുന്ന ചില വ്യക്തിത്വങ്ങളുടെ മേൽ ദൈവാത്മാവ് ഉറപ്പ് പകരാൻ പോവുകയാണ്. കൺഫ്യൂസ് ആയി കിടക്കുന്ന ചില മേഖലകളുടെ മേൽ ദൈവാത്മാവ് ഉറപ്പ് തരാൻ പോവുകയാണ്. എനിക്ക് നിന്നെ മുമ്പോട്ട് കൊണ്ടുപോകാനുണ്ട്, നിന്നെ സ്റ്റോപ്പ് ചെയ്യിക്കാനല്ല, നിന്റെ മേൽ നിയോഗത്തെ പകരാനുണ്ട്. ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തിന് നിന്റെ മേൽ എടുത്ത നിയോഗത്തെ പകരാനുണ്ട്. ഈ രാവിലെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിച്ചോ. ഡോക്ടർ റീന ഫിലിപ്പ് പരിശുദ്ധാത്മ പറയുന്നു, എനിക്ക് നിന്നെ സ്റ്റക്ക് ചെയ്യിക്കണ്ട, എനിക്ക് നിന്നെ സ്റ്റോപ്പ് ചെയ്യിക്കണ്ട. ദൈവത്തിന്റെ ആത്മ പറയുന്നു, നിന്റെ സ്റ്റോപ്പ് ഓവർ കഴിയാൻ സമയമായി. നിന്റെ മുൻപിലുള്ള ബ്ലോക്കുകളെ ദൈവത്തിന് പൊട്ടിക്കാൻ സമയമായി. യേശുവിൻ നാമത്തിൽ. സംതിങ് സംവെയർ you are stuck, something is blocked, but God is going to open something. രാവിലെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, 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 പ്രാർത്ഥിച്ചാട്ടെ. സ്റ്റക്കായി പോയ മേഖലകളിലെല്ലാം ദൈവത്തിന്റെ വിടുതലുകൾ സംഭവിക്കട്ടെ. റാംചനോ ശികാല ഘടക, മൃഗതൽ ഘടക, പേഴ്സണൽ കൺവിക്ഷനുകൾ ഈ രാവിലെ കിട്ടട്ടെ. പേഴ്സണലി ദൈവം സംസാരിക്കട്ടെ, പേഴ്സണലി ദൈവം ഉറപ്പ് തരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. വേണ്ടാത്തവരെ കുറിച്ച് എനിക്കറിയത്തില്ല. ഈ ദൂത് വേണ്ടവർക്ക് ആമേൻ പറയാം, ഈ ദൂത് വേണ്ടവർക്ക് ഏറ്റെടുക്കാം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്റ്റക്കായി പോയത് മുഴുവൻ തുറക്കട്ടെ, സ്റ്റക്കായി പോയത് മുഴുവൻ തുറക്കട്ടെ. സ്റ്റക്കായി പോയ ജോലിയെ ഞാൻ തുറക്കുന്നു, സ്റ്റക്കായി പോയ മിനിസ്ട്രിയെ ഞാൻ തുറക്കുന്നു, സ്റ്റക്കായി പോയ ആത്മതലത്തെ ഞാൻ തുറക്കുന്നു. സ്റ്റക്കായി പോയ ആത്മതലത്തെ ഞാൻ തുറക്കുന്നു, സ്റ്റക്കായി പോയ ഉപവാസത്തെ ഞാൻ തുറക്കുന്നു. ഞാൻ ഫാസ്റ്റിങ്ങിനെ തുറക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയുകയോ സ്വീകരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ദൈവാത്മാവ് ഈ രാവിലെ നിങ്ങളോട് സംസാരിക്കുന്നു. നിന്റെ റൂട്ട് ഇതല്ല, നീ നിൽക്കണ്ട. വളരെ ഇതല്ല, നിന്റെ വഴി ഇതല്ല. എനിക്ക് വ്യക്തിപരമായി സംസാരിക്കും. ഏലിയേക്കാൾ മുകളിൽ, ഏലിയാവിനേക്കാൾ മുകളിൽ ഏലിയേക്കാൾ മുകളിൽ, എലീശായെ ഏലിയാവിനേക്കാൾ മുകളിൽ, പൗലോസെ അഗബോസിനേക്കാൾ മുകളിൽ നിനക്ക് വേണ്ടി ഞാൻ നിൽക്കുന്നു. പ്രബോരിയം ധനേവോ ശിഖാരസ്യ. പിതാവേ, എത്ര പേരുണ്ട് ഇവിടെ? 38 പേരെ. ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന 38 പേരെയും ഞാൻ നിയോഗത്താഹാലൊന്ന് ബ്ലസ് ചെയ്യുക. ഞാൻ വെറുതെ പറയല്ല കേട്ടോ, എന്നോട് കർത്താപ്പച്ച പറയുന്നോണ്ട് ഞാൻ പറയും. ഈ കൂട്ടത്തിനകത്തൂടെ ഇത് മുതൽ പലരും ഡെലിവർ ആകുന്നുണ്ട്. ഈ കൂട്ടത്തിനകത്ത് ഇതുവരെ നടക്കാത്തൊരു ചലനം ഇത് മുതൽ നടക്കുകയാണ്. ഓ, ചോദിച്ചിട്ടില്ല. എന്റെ ആലോചന തെറ്റിപ്പോയ കർത്താവ്, എന്നോടുള്ള ദൂത് തെറ്റിപ്പോയ കർത്താവ്,
എന്നോടുള്ള നിയോഗങ്ങൾ തെറ്റിപ്പോയ കർത്താവേ, നോ ബ്രദർ, നോ സിസ്റ്റർ, രാവിലെ ദൈവം നിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ദൈവം നിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ദൈവം നിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. നിലകളിൽ നീ എടുത്ത ചുവടുകൾ ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യത്തക്ക നിലയിൽ കയറി വരുന്ന ഒരു ദൂത് രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു. ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. രാധിക സിസ്റ്റർ, ദൈവം സംസാരിക്കുന്നു. നിന്റെ അടുത്ത കണക്ഷൻ വെളിപ്പെടുന്നു. അടുത്ത മേഖലകൾ ഓപ്പൺ ആകുന്നു. ഇതോട് ചേർന്ന് വേറെ ഒരു തലം കൂടെ ദൈവം ഓപ്പൺ ചെയ്യുന്നു. ശുശ്രൂഷയുടെ വിവിധ സ്ഥലങ്ങൾ, വിവിധ മേഖലകൾ, ഒരു കൂട്ടായ്മ ലൈവായി നടക്കുന്ന പോലെ ഒരു ശുശ്രൂഷ മണ്ഡലം ദൈവാത്മാവ് ഒരുക്കുന്നു. ഞായിരിക്കുന്ന ദേശവുമായി ബന്ധപ്പെട്ട് ദൈവം നിനക്ക് വേണ്ടി ഓപ്പണിങ് തരികയാണ്. പ്രതികൂലങ്ങളുണ്ട്, ഭാരപ്പെടരുത്. എന്റെ കരം നിന്നെ ശക്തീകരിക്കും. നിന്നെ ദൈവത്തിന്റെ ആത്മാവ് പൊക്കിയെടുക്കും. ഉപവാസത്തിന്റെ അടുത്ത ഒരു തലം വെളിപ്പെട്ടു വരും. കൂടെ ഉപവസിക്കാൻ ഒരു കൂട്ടത്തെ ദൈവം തരും. അതിനകത്തൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയ കാര്യങ്ങൾ ചെയ്യും. ഈ വർഷം നിനക്ക് പൂർത്തീകരിക്കാൻ ദൈവിക ദൗത്യങ്ങൾ ബാക്കിയുണ്ട്. സ്വന്തമായിട്ട് ചില അവകാശങ്ങൾ ദൈവം തരുന്നു. ഇപ്പോൾ സാധ്യത കാണുന്നില്ല. വാഹനത്തിന്റെ മേൽ ഒരു വലിയ വിടുതൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. റാംധോനിയാദൽ ഖര സന്തനാദര. നിനക്ക് ശുശ്രൂഷയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുന്നു. പ്രതിബന്ധങ്ങളെ ദൈവം പൊട്ടിക്കുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ഇതിന്റെ മുമ്പിൽ കിടക്കുന്ന ചില സ്ട്രഗിളുകളെ ദൈവാത്മാവ് ഇന്ന് പകൽ എടുത്തു കളയുകയാണ്. നിനക്ക് വേണ്ടി ആമേൻ ജനനങ്ങളെ തടഞ്ഞയിടത്ത് വഴികൾ ദൈവം തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ കൂട്ടത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വലിയ ദൈവിക മഹത്വം ഇവിടെ വ്യാപരിക്കട്ടെ. റാംസോനിയം താലബൗഷ്യത്തനയതര ആംസേ ദൽഘടകജന ദൽഘടകജന ഹർത്തപ്രമാണഘടക. യേശുവിന്റെ നാമത്തിൽ ഈ കൂട്ടത്തിൽ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. പരിശുദ്ധാത്മാവ് ഇവിടെ സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അസാധാരണ ദൈവമഹത്വം വ്യാപരിക്കട്ടെ. നീ എടുത്ത ഡിസിഷനുകൾക്ക് നിന്റെ കൂടെ നിന്ന് ഒരാൾ ആമേൻ പറയുന്നുണ്ട്. കാണുന്ന എത്ര പേരുണ്ട്, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് നടക്കട്ടെ, അത് സംഭവിക്കട്ടെ. ഞാൻ ഈ ദൂത് എനിക്കറിയാം സമയം കഴിഞ്ഞു പോകുന്നു. ഞാൻ നിർത്താൻ പോവാണ്. പക്ഷെ നിങ്ങൾ എന്നെ ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കണേ. ഈ ദൂത് എങ്ങും എത്തിയിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞ് ഈ ദൂത് അവസാനിപ്പിക്കാം. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഒരു വേള നീ എടുത്ത സ്റ്റെപ്പുകൾക്കകത്ത് ഒന്ന് നീ പതറിപ്പോയെങ്കിൽ നിനക്ക് അടുത്ത ഒരു കണക്ഷൻ വെളിപ്പെടില്ലായിരുന്നു. അടുത്ത കണക്ഷൻ വെളിപ്പെട്ടു. അതിന്റെ ബേസിലാണ് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് നിന്നെ റോമയിലേക്ക് അയക്കാമെന്ന്. നിന്നെ എവിടെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പിശാച് സ്ട്രോങ് ആയിട്ട് നിന്റെ കൂടെ നിന്ന് പോരാടുമ്പോൾ അവിടെയെല്ലാം എവിടെയൊക്കെയോ ഞാൻ കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാവിലത്തെ ദൂതാണ്. നിന്നെ സ്റ്റോപ്പ് ചെയ്യിക്കത്തില്ല, നിന്നെ കണ്ടിന്യൂ ചെയ്യിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ നിന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ മനുഷ്യനെ റോമയിൽ എത്തിച്ചത്. എന്തേ കാറ്റ് തടയാഞ്ഞത്? എന്തേ തിരമാല തടയാഞ്ഞത്? എന്തേ പ്രതിസന്ധികൾക്ക് മുക്കിക്കളയാൻ പറ്റാഞ്ഞത്? എന്തേ കടിച്ച പാമ്പിന് നിന്റെ ജീവൻ എടുക്കാൻ കഴിയാഞ്ഞത്? രാവിലെ പറ, ബിക്കോസ് ഓഫ് ദ പ്രോമിസ്. വാഗ്ദത്തം എന്റെ കൂടെയുള്ളതുകൊണ്ട്. ഷിജി വി ആർ നിങ്ങളോട് സംസാരിക്കും. ഘട്ടങ്ങൾ പലത് കഴിഞ്ഞു. 24 തുടക്കവും യുദ്ധഭൂമിയായിരുന്നു. നീ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യുമെന്ന്. കർത്താവിന് രാവിലെ എന്നോട് പറയുന്നു എനിക്ക് ബ്ലസ് ചെയ്യാൻ കഴിയും. എനിക്ക് ബ്ലസ് ചെയ്യാൻ കഴിയും. എന്റെ കയ്യിലേക്ക് ദൈവ നന്മകളെ നിറയ്ക്കുകയാണ്. ഇപ്പോഴുള്ള ചില ബാധ്യതകളെ ദൈവം ക്ലോസ് ചെയ്ത് കളയുന്നു. Glory to God. ഞാനിങ്ങനെ പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു ഡോർ തുറക്കുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു ഡോർ തുറക്കുന്നു. ഇപ്പോഴത്തെ നിന്റെ കൺഫ്യൂഷൻ അതാണ്.
ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് ഒരു ഡോറ് തുറക്കുന്നു. നിന്റെ വീടിനകത്ത് ഒരു പ്രവാചകയുണ്ട്. നിന്റെ വീടിനകത്ത് ഒരു ആലോചനക്കാരിയുണ്ട്. നിന്റെ വീടിനകത്തൊരു ദൂതുവാഹിയുണ്ട്. നിന്റെ കരം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്, ആത്മാവിലൊന്ന് ജാഗരിച്ചാട്ട്. പാമ്പിന് പോലും കൊല്ലാൻ പറ്റാത്തൊരഭിഷേകം, വിഷപ്പാമ്പിന് പോലും തകർക്കാൻ പറ്റാത്ത ഒരഭിഷേകം, കൊടിയ കാറ്റുകളെ തിരിച്ച് പ്രതികരിക്കുന്ന ഒരനോയിന്റ്. വീഴട്ടെ, വീഴട്ടെ. ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ വീഴട്ടെ. പ്രാർത്ഥിക്കാമോ? അവേ, പലപ്പോഴും എന്റെ മുമ്പിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, കൺഫ്യൂഷനുകൾ വന്നിട്ടുണ്ട്. ഇവിടിരിക്കുന്ന എല്ലാ ജനത്തെയും ഞാൻ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. കർത്താവേ, അങ്ങയുടെ കരം ഈ കൂട്ടത്തിന്റെ നടുവിൽ രാവിലെ അങ്ങ് അയക്കുന്നതിനായി സ്തോത്രം. ഈ ടൈറ്റസ് മാത്യു എന്ന ഐഡിയ ചിന്തിക്കുന്ന വ്യക്തിയോട് കർത്താവിനോട് രാവിലെ ഉറപ്പിക്കാനുണ്ടെന്ന് കർത്താവിനോട് പറയുന്നു. വിട്ടുകൊടുക്കല്ലേ. നിലകളിൽ വെളിപ്പെട്ട ദൂതുകളുടെ നടക്കാഴികൾ നിന്നെ ആശ്വസ്തമാക്കുന്നെങ്കിൽ കർത്താവിന് നിന്നെ ഒന്നുകൂടെ ഉറപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഈ മെസ്സേജ് ഒന്നും ആയിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചു നിർത്താൻ പോവുകയാണ്. ക്രിസ്റ്റീന സുജേഷ്, കർത്താവ് ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും. നിന്റെ ഫ്യൂച്ചറിൽ ഇതുവരെ നടക്കാത്തൊരു ചലനം ഇപ്പോൾ ദൈവം കൽപ്പിക്കുന്നു. നിന്നെ എഴുതി തള്ളിയ ഇടത്ത്, നിന്റെ മുമ്പിൽ ഡോറുകൾ കൊട്ടിയടച്ച ഇടത്ത് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിന്നെ ബ്ലസ് ചെയ്യുന്നു. റോമയിൽ എത്തി എന്നല്ല, എത്തിയ ശേഷം നിനക്ക് തുടരാൻ കഴിയും. നിന്നെ ജസ്റ്റ് എത്തിക്കുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. നിന്നെ അവിടെ എത്തിക്കും. നിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യിക്കും.